1882 നിക്കോള ടെസ്ല കൂടുതൽ മികച്ച അവസരങ്ങൾ തേടി പാരീസിലെത്തിയത്. ബുഡാപെസ്റ്റ് ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ഉടമ തിയോഡോർ പുസ്കാസാണ് ടെസ്ലയോട് അവിടേക്ക് പോകാൻ നിർദ്ദേശിച്ചത്. പുസ്കാസിനൊപ്പമാണ് ടെസ്ല ഇത്രയും കാലം ജോലി ചെയ്തത്. അദ്ദേഹത്തിന്റെ കഴിവുകളിലെ അസാധാരണത്വം പുസ്കാസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാരീസിൽ തോമസ് ആൽവ എഡിസന്റെ ഉടമസ്ഥതയിലുള്ള കോണ്ടിനെന്റൽ എഡിസൺ കമ്പനി നിക്കോള ടെസ്ലയ്ക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരിടമായിരിക്കുമെന്ന് തിയോഡോർ പുസ്കാസ് അനുമാനിച്ചു. പുസ്കാസ് മുൻപ് കുറെ കാലം എഡിസനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. പുസ്കാസിന്റെ അനുമാനം ശരിയായിരുന്നു. എഞ്ചിനീയറിംഗിലും ഊർജ്ജതന്ത്രത്തിലുമൊക്കെയുള്ള നിക്കോള ടെസ്ലയുടെ പ്രതിഭ എഡിസൺ കമ്പനി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ പേരുകേട്ട ഒരു കമ്പനിയായിരുന്നു അത്. എഡിസൺ കമ്പനിയുടെ മാനേജർമാരിൽ ഒരാളായ ചാൾസ് ബാച്ചിലർക്കൊപ്പമാണ് നിക്കോള ടെസ്ല ജോലി ചെയ്യേണ്ടത്. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി പരിണമിപ്പിക്കുന്ന ഡൈനാമോ എന്ന യന്ത്രം നിർമ്മിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ചുമതല. ഡയറക്റ്റ് കറണ്ട് സർക്യൂട്ടുകളിൽ സാധാരണയായി ഊർജത്തെ രൂപം മാറ്റാൻ ഉപയോഗിക്കുന്നത് ഇത്തരം ഡൈനാമോകളാണ്. തോമസ് എഡിസൺ കണ്ടുപിടിച്ചിട്ടുള്ള DC ജനറേറ്ററിന്റെയും വൈദ്യുത വിതരണ സംവിധാനത്തിന്റെയും വ്യാപകമായ വിതരണമാണ് അമേരിക്കൻ കമ്പനിയായ കോണ്ടിനെന്റൽ എഡിസൺ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. പാരീസിലെ ബ്രാഞ്ചും അതിനുവേണ്ടിയുള്ളത് തന്നെ. കമ്പനിയിൽ ചെയ്യേണ്ട ജോലികൾ ടെസ്ല പെട്ടെന്ന് പഠിച്ചെടുത്തു. എഡിസൺ കമ്പനി പാരീസിൽ ഉടനീളമുള്ള വ്യവസായശാലകളിലും സമ്പന്ന ഗൃഹങ്ങളിലും അവരുടെ വൈദ്യുത ബൾബുകൾ സ്ഥാപിക്കുന്ന സമയമാണ്. DC കറണ്ടിന്റെ പ്രവർത്തന രീതി എന്തെന്നും എഡിസൺ കമ്പനിയുടെ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കേണ്ടതെങ്ങനെയെന്നും മനസ്സിലാക്കാൻ നിക്കോള ടെസ്ലയ്ക്ക് വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. കോണ്ടിനെന്റൽ എഡിസൺ കമ്പനിയുടെ പ്രവർത്തന സ്ഥലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ നിക്കോള ടെസ്ല ഓടിയെത്തും. എഡിസൺ കമ്പനിയുടെ സഞ്ചരിക്കുന്ന റിപ്പയർമാൻ എന്നാണ് സഹപ്രവർത്തകർ സ്നേഹപൂർവ്വം ടെസ്ലയെ വിളിക്കുന്നത്. യൂറോപ്പിൽ എവിടെയാണെങ്കിലും പ്രശ്നപരിഹാരത്തിനായി കമ്പനി ടെസ്ലയെ അയച്ചു തുടങ്ങി. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും DC കറണ്ടല്ല AC കറണ്ടാണ് മികച്ചത് എന്ന കാര്യം ടെസ്ലയ്ക്ക് ഉറപ്പായിരുന്നു. കമ്പനിയിലെ സഹപ്രവർത്തകരോട് ടെസ്ല അതിനെപ്പറ്റി നിരന്തരമായി സംസാരിക്കാറുണ്ട്. AC കറണ്ടിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് താൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സിദ്ധാന്തം ടെസ്ല വിശദീകരിക്കാൻ ശ്രമിക്കും. അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മതിയാകില്ല. പക്ഷേ ടെസ്ലയുടെ സഹപ്രവർത്തകരാരും ഇതത്ര കാര്യമാക്കിയില്ല. തോമസ് എഡിസൺ വികസിപ്പിച്ചെടുത്ത DC വൈദ്യുത വിതരണ സംവിധാനത്തെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒന്നുണ്ടാകുമെന്ന് അവർ കരുതുന്നില്ല. എഡിസൺ കമ്പനിയാകട്ടെ DC വൈദ്യുത വിതരണത്തിന്റെ പ്രചരണാർത്ഥം പാരീസിൽ വിശാലമായ എക്സിബിഷൻ തന്നെ നടത്തുകയാണ്. വൈദ്യുതി ഉപഭോക്താക്കളായി കൂടുതൽ ആളുകളെയും സ്ഥാപനങ്ങളെയും ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അതിനിടയിൽ നിക്കോള ടെസ്ലയുടെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളെ എങ്ങനെ പരിഗണിക്കാൻ? ഈ സമയത്താണ് ജർമ്മൻ നഗരമായ സ്ട്രാസ്ബർഗ് ആ നഗരത്തിന്റെ വൈദ്യുത ആവശ്യത്തിനായി കോണ്ടിനെന്റൽ എഡിസൺ കമ്പനിയിൽ നിന്ന് DC കറണ്ട് സംവിധാനവും ബൾബുകളും വലിയ അളവിൽ വാങ്ങിയത്. സ്ട്രാസ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന DC കറണ്ട് സംവിധാനത്തിന്റെ ആദ്യ പ്രദർശനത്തിൽ ചില കുഴപ്പങ്ങളുണ്ടായി. സാങ്കേതിക തകരാറ് കാരണം റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ പൊട്ടിത്തെറിയും മറ്റും നടന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ജർമ്മൻ ഭാഷ സംസാരിക്കാൻ അറിയുന്ന ടെസ്ലയെ
അവർ സ്ട്രാസ്ബർഗിലേക്ക് അയച്ചു. സ്ട്രാസ്ബർഗിലെത്തിയ നിക്കോള ടെസ്ല കമ്പനിയുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ചു. പാരീസിൽ നിന്ന് വ്യത്യസ്തമായി സ്ട്രാസ്ബർഗിൽ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന സ്ഥിതിയാണ്. മാത്രമല്ല, ധാരാളം സമയവും അധികമായി കിട്ടുന്നുണ്ട്. ആ അവസരം ഉപയോഗിച്ച് ടെസ്ല തന്റെ ദീർഘകാലമായുള്ള സ്വപ്നം നടപ്പാക്കാൻ ശ്രമിച്ചു. തന്റെ മനസ്സിലുള്ള ഇൻഡക്ഷൻ മോട്ടോർ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ രൂപം അദ്ദേഹം അവിടെ വെച്ചുണ്ടാക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മോട്ടോർ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. തോമസ് എഡിസൺ കണ്ടുപിടിച്ച് പ്രയോഗത്തിൽ വരുത്തിയ നേർധാരാ വൈദ്യുതി അഥവാ DC-യിൽ പ്രവർത്തിക്കുന്നതല്ല അത്. അതിനേക്കാൾ ഏറെ ഫലപ്രദമായ പ്രത്യാവർത്തിധാര അഥവാ AC സംവിധാനത്തിലാണ് അതിന്റെ പ്രവർത്തനം. തന്റെ ഈ കണ്ടുപിടുത്തം ലോകത്ത് നിലനിൽക്കുന്ന വൈദ്യുതി വിതരണ സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ടെസ്ലയ്ക്ക് ഉറപ്പുണ്ട്. പക്ഷേ താൻ സാക്ഷാത്കരിച്ചു കഴിഞ്ഞ ഈ പുതിയ കണ്ടുപിടുത്തത്തെ സഹപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ടെസ്ലയുടെ ശ്രമം മാത്രം വിജയിച്ചില്ല. DC അഥവാ ഡയറക്റ്റ് കറണ്ട് സംവിധാനത്തിൽ ശേഷിക്കുറവുള്ള സ്ഥലത്തു നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഒരേ ദിശയിൽ മാത്രം വൈദ്യുതി പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ടെസ്ല വികസിപ്പിച്ചെടുത്ത ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC-യിലാവട്ടെ സമയത്തിനനുസരിച്ച് വൈദ്യുതി പ്രവാഹത്തിന്റെ ദിശയും അളവും മാറിക്കൊണ്ടിരിക്കും. ഇതിന് DC-യെ അപേക്ഷിച്ച് കൂടുതൽ വോൾട്ടേജ് ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ടെസ്ല പറയുന്നത് എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ആളുകൾക്ക് തോന്നി. എഡിസൺ കമ്പനിയിൽ തന്റെ കണ്ടെത്തലിന് ഒരു സ്ഥാനവുമില്ല എന്നു മനസ്സിലാക്കിയ സാഹചര്യത്തിൽ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാൻ ടെസ്ല ആഗ്രഹിച്ചു. സ്ട്രാസ്ബർഗിലെ അധിക ജോലിക്ക് പ്രതിഫലമായി കിട്ടുന്ന പണം മൂലധനമാക്കി AC ജനറേറ്ററുകളും മോട്ടോറുകളും ഉണ്ടാക്കുന്ന ഒരു കമ്പനി പാരീസിൽ തുടങ്ങാനാകുമെന്ന് അദ്ദേഹം കരുതി. കൂടുതൽ പണത്തിനായി ഫ്രാൻസിലെ സമ്പന്ന പണമിടപാടുകാരുടെ സഹായവും തേടാം. എന്നാൽ പുതിയ കമ്പനി എന്ന ടെസ്ലയുടെ ആഗ്രഹം നടന്നില്ല. സ്ട്രാസ്ബർഗിലെ പണിക്ക് എഡിസൺ കമ്പനിയിൽ നിന്ന് അധികമായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ബോണസ് കിട്ടിയില്ല. ജീവനക്കാർക്ക് ഉചിതമായ പ്രതിഫലം കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ എഡിസൺ കമ്പനിയുടെ സാമ്പത്തിക നില കുറച്ച് പരുങ്ങലിലായിരുന്നു അപ്പോൾ. മാത്രമല്ല, പ്രതിഫലത്തെക്കുറിച്ചുള്ള ടെസ്ലയുടെ സ്വപ്നങ്ങൾ കുറച്ച് അതിരുകടന്നതുമായിരുന്നു. നിക്കോള ടെസ്ലയുടെ വിഷമം മനസ്സിലാക്കിയ എഡിസൺ കമ്പനിയുടെ മാനേജർമാർ അദ്ദേഹത്തോട് അമേരിക്കയിൽ പോയി ഭാഗ്യം പരീക്ഷിക്കാൻ ഉപദേശിച്ചു. നിക്കോള ടെസ്ല ജോലി ചെയ്യേണ്ടത് തോമസ് എഡിസന്റെ കൂടെ തന്നെയാവണമെന്ന് അവർക്ക് തോന്നിയിരിക്കാം. ഇതിനകം എഡിസൺ കമ്പനിയിലെ ജോലിയുടെ ഭാഗമായി ടെസ്ല മധ്യ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. അതിലൂടെ നിലവിലുള്ള വൈദ്യുതി വിതരണ രംഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രായോഗികമായി മനസ്സിലാക്കാനുമായി. അതിനെക്കുറിച്ച് ധാരാളം പഠിക്കുകയും കിട്ടാവുന്ന അറിവുകളെല്ലാം സ്വായത്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പരിചയസമ്പന്നനായ ആ യുവാവ് നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിനപ്പോൾ 28 വയസ്സായിരുന്നു. 1884 ജൂൺ 6 നിക്കോള ടെസ്ല അമേരിക്കയിലെത്തി. പാരീസിൽ ടെസ്ല ഏറ്റവുമധികം മനസ്സിലാക്കിയിരുന്ന വ്യക്തി എഡിസൺ കമ്പനിയിലെ അദ്ദേഹത്തിന്റെ മേലധികാരിയായ ചാൾസ് ബാച്ച്ലർ തന്നെയാണ്. അമേരിക്കയിലേക്ക് പോയ നിക്കോള ടെസ്ലയുടെ കൈവശം ചാൾസ് ബാച്ച്ലർ തോമസ് എഡിസന് കൊടുക്കാൻ വേണ്ടി ഒരു ശുപാർശ കത്ത് കൊടുത്തയച്ചിരുന്നു. കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: എനിക്ക് 2 മഹാന്മാരെ നേരിട്ട് പരിചയമുണ്ട്. ഒന്ന് താങ്കൾ തന്നെയാണ്, സാക്ഷാൽ തോമസ് എഡിസൺ.
രണ്ടാമത്തെയാൾ ഈ കത്തുമായി അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്, നിക്കോള ടെസ്ല. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. വൈദ്യുതി വിതരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ഡയറക്റ്റ് കറണ്ട് സംവിധാനമാണെന്ന എഡിസൺ സിദ്ധാന്തത്തോട് നിക്കോള ടെസ്ല യോജിക്കുന്നില്ല എങ്കിലും എഡിസനൊപ്പം ജോലി ചെയ്യാൻ തീരുമാനിച്ചു അയാൾ. DC മോട്ടോർ ഡിവൈസുകളുടെ കേടുപാടുകൾ തീർത്തും അറ്റകുറ്റപ്പണികൾ നടത്തിയും എഡിസൺ കമ്പനിയിൽ അദ്ദേഹം തുടർന്നു. ന്യൂയോർക്ക് നഗരത്തിലുള്ള എഡിസൺ മെഷീൻ വർക്സിന്റെ ഉൽപാദന യൂണിറ്റിലായിരുന്നു ടെസ്ലയ്ക്ക് ആദ്യ നിയമനം ലഭിച്ചത്. പിന്നീട് മൻഹാറ്റനിൽ പ്രവർത്തിക്കുന്ന എഡിസൺ കമ്പനിയുടെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറി. ന്യൂയോർക്ക് നഗരത്തിലാകെ എഡിസൺ കണ്ടുപിടിച്ച ഡയറക്റ്റ് കറണ്ട് സംവിധാനം വ്യാപിപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ആ ഓഫീസിലെ ജീവനക്കാർ. നൂറുകണക്കിന് മെഷീൻ ഓപ്പറേറ്റർമാർ, തൊഴിലാളികൾ, മാനേജ്മെന്റ് ജീവനക്കാർ, 20 ഫീൽഡ് എഞ്ചിനീയർമാർ. ഇവരെല്ലാവരും ആ ചെറിയ കെട്ടിടത്തിനുള്ളിൽ കഠിനമായ ജോലിയിലാണ്. അവരിൽ ഒരാളായി ടെസ്ലയും ചേർന്നു. പാരീസിലെ പോലെ ഫീൽഡിൽ എവിടെയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിക്കോള ടെസ്ല ഓടി നടന്നു. വൈദ്യുത ബൾബുകളുടെ ഇൻസ്റ്റലേഷനിലും ജനറേറ്ററുകൾ ഘടിപ്പിക്കുന്നതിലുമായിരുന്നു ടെസ്ലയുടെ സേവനം കൂടുതൽ വേണ്ടിയിരുന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് പിന്നീട് ഒരിക്കൽ കൂടിയേ നിക്കോള ടെസ്ലയ്ക്ക് തോമസ് എഡിസനെ കാണാൻ അവസരം കിട്ടിയുള്ളൂ. പക്ഷേ ടെസ്ലയുടെ കഠിനാധ്വാനത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാമർഥ്യത്തെയും എഡിസൺ അംഗീകരിച്ചു. തെരുവു വിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പദ്ധതിയിൽ നിക്കോള ടെസ്ല തന്റെ AC കറണ്ട് സംവിധാനത്തെ അവതരിപ്പിക്കാൻ കമ്പനിയുടെ അനുമതി തേടി. പക്ഷേ അനുമതി ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ തെരുവു വിളക്കുകൾക്കായുള്ള ആ പദ്ധതിയിൽ എഡിസന്റെ മാതൃക പരാജയമായിരുന്നു. ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി ലഭിച്ചെങ്കിൽ മാത്രം വിജയിപ്പിക്കാനാവുന്ന ഒരു പദ്ധതിയാണ് അത്. വളരെ കുറഞ്ഞ വോൾട്ടേജിൽ മാത്രം വൈദ്യുതി എത്തിക്കുന്ന DC സംവിധാനം അവിടെ പരാജയപ്പെട്ടു. ടെസ്ല അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന AC കറണ്ട് സംവിധാനം ഇവിടെ പ്രായോഗികമാവുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. പക്ഷേ തോമസ് എഡിസൺ അത് അനുവദിച്ചില്ല. ടെസ്ല വിഭാവനം ചെയ്യുന്ന AC ഡിവൈസുകൾ ഉയർന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അപകടകരമാണെന്നാണ് എഡിസന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അത് അപ്രായോഗികമാണെന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. രാത്രിയും പകലുമുള്ള കഠിനാധ്വാനത്തിന് അധികം പണം ബോണസായി തരാമെന്നുള്ള എഡിസൺ കമ്പനിയുടെ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. 24 വ്യത്യസ്ത തരം യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് $50,000 ബോണസായി തരാമെന്ന് എഡിസൺ കമ്പനിയുടെ മാനേജർ ടെസ്ലയോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് വെറുമൊരു തമാശ മാത്രമായിരുന്നുവെന്ന് പിന്നീട് അവർ തള്ളിപ്പറഞ്ഞു. അമേരിക്കൻ ഫലിതങ്ങൾ ടെസ്ലയ്ക്ക് പരിചിതമല്ലാത്തതിന്റെ പ്രശ്നമാണെന്നുകൂടി അവർ കൂട്ടിച്ചേർത്തു. ഇങ്ങനെയുള്ള അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ജോലിയിൽ തുടരേണ്ടതില്ല. നിക്കോള ടെസ്ല എഡിസൺ കമ്പനിയിലെ ജോലി മതിയാക്കാൻ തീരുമാനിച്ചു. അമേരിക്കയിലെത്തി 1 വർഷം തികയുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ ഡയറിയിൽ ഗുഡ് ബൈ ടു ദ എഡിസൺ മെഷീൻ വർക്സ് എന്ന് രേഖപ്പെടുത്തി. പിന്നീട് കുറച്ചുകാലം ശാരീരിക അധ്വാനം വേണ്ട ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ട്
നിക്കോള ടെസ്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനിടയിലും അദ്ദേഹം തന്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സംവിധാനത്തെ പ്രാവർത്തികമാക്കേണ്ടതെങ്ങനെയെന്ന അന്വേഷണത്തിലായിരുന്നു. തോമസ് എഡിസന്റെ DC സംവിധാനത്തിന്റെ പോരായ്മകളും പരിമിതികളും വെളിപ്പെടുത്തി കാണിച്ചാലേ ആളുകൾ തന്റെ AC-യെ അംഗീകരിക്കുകയുള്ളൂ എന്ന് ടെസ്ല തിരിച്ചറിഞ്ഞു. അദ്ദേഹം DC അഥവാ നേർധാരാ വൈദ്യുത സംവിധാനത്തിന്റെ പരിമിതികളെക്കുറിച്ച് വിശദമാക്കി. മങ്ങിയ പ്രകാശം മാത്രം കിട്ടുന്ന കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ മാത്രമേ DC ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. അതേസമയം ഊർജം തുടർച്ചയായി പുനർവിന്യസിക്കപ്പെടുന്ന AC നല്ല വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാം. കൂടുതൽ പ്രകാശവും ലഭിക്കും. 2 മൈൽ ഇടവിട്ട് ചെലവേറിയ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കേണ്ടി വരും എന്നതാണ് DC സംവിധാനത്തിന്റെ മറ്റൊരു പരിമിതിയായി ടെസ്ല ചൂണ്ടിക്കാട്ടിയത്. ഉയർന്ന വോൾട്ടേജിലുള്ള കറണ്ട് സൂക്ഷിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം വൈദ്യുതി നിലയങ്ങൾ വേണ്ടിവരുന്നത്. അതേസമയം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഊർജത്തിന്റെ ദിശ 1 സെക്കൻഡിൽ 50 മുതൽ 60 തവണ വരെ മാറും. അതുകൊണ്ട് തന്നെ അത് പല മടങ്ങധികം ശക്തവുമായിരിക്കും. ദീർഘദൂരത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രസരണ നഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. തന്റെ ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങണമെന്നേ നിക്കോള ടെസ്ലയ്ക്ക് അറിയുള്ളൂ. സ്വന്തമായുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് എടുക്കണമെങ്കിൽ ഒരു വിദഗ്ധ സഹായം ആവശ്യമാണ്. ഒരു തുടക്കമെന്ന നിലയിൽ എഡിസൺ കമ്പനിയിൽ വെച്ച് ടെസ്ല വികസിപ്പിച്ചെടുത്തതും AC കറണ്ട് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുമായ ആർച്ച് ലൈറ്റിംഗ് സംവിധാനത്തിന് പേറ്റന്റ് എടുക്കാം. എഡിസൺ കമ്പനിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫോമിന്റെ സഹായത്തോടെ ടെസ്ല പേറ്റന്റ് അറ്റോർണിയായ ലെമ്യൂവൽ W. സെറലിനെ പരിചയപ്പെട്ടു. തോമസ് എഡിസന്റെ ഉൽപ്പന്നങ്ങൾക്ക് പേറ്റന്റ് എടുക്കാൻ സഹായിക്കുന്ന അതേ അറ്റോർണി തന്നെയാണ് ഇദ്ദേഹം. പേറ്റന്റിനായുള്ള പേപ്പറുകൾ ശരിയാക്കുന്നതിനൊപ്പം അദ്ദേഹം 2 വ്യവസായികളെ കൂടി ടെസ്ലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. റോബർട്ട് ലെയ്ൻ, ബെഞ്ചമിൻ വെയിൽ. അവർ ടെസ്ലയുടെ ആർക്ക് ലൈറ്റിംഗ് നിർമ്മാണ കമ്പനിക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകാമെന്നേറ്റു. അങ്ങനെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു സ്വപ്നത്തിന്റെ വളരെ അരികിലെത്തി നിക്കോള ടെസ്ല.